എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു, ആണ് ഇപ്പോഴും. എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ പറയുമ്പോൾ നിങ്ങൾ കളിയാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ സാർ എന്തായാലും പറയുന്ന ഉറപ്പായി. അല്ല സാർ, ചരിത്രത്താളുകളിലൊക്കെ എന്റെ പേര് വരണം, അർച്ചന പ്രേമൻ എന്നുള്ള പേര് വരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു. ഈ താളൊക്കെ എവിടെ ഉള്ള ഞങ്ങളുടെയൊക്കെ പേരും കൂടെ എഴുതാൻ. അല്ല, സ്വപ്നങ്ങൾ വേണോടാ ജീവിതത്തിൽ. അല്ല സർ, ഞാൻ ഹിസ്റ്ററി ആയിരുന്നു ഡിഗ്രി. അപ്പൊ എനിക്കിങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ മറിക്കുമ്പോൾ നമ്മുടെ പേരുകൾ കണ്ടു. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പേര് വരണം എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് കമോൺ എവരിബഡി എന്നാണ്. അത് മതിയല്ലോ, അത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പേരല്ലേ. അല്ലേ? അല്ല സാർ, അന്ന് ഞാൻ ഒരു വട്ടേ വീണുള്ളൂ. ഇത് കേൾക്കുമ്പോ ഞാൻ ആ മെമ്മറിയിലേക്കാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാൻ പാറു, നമുക്ക് ഇവരോട് ചോദിക്കാം. ഒരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നു. ഇവിടെ എല്ലാരും ഇപ്പൊ പരിചയപ്പെട്ടൊക്കെ ഒന്ന് ഒരു ഷെഡ്യൂളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുകരിക്കും ഒരാൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവര് ഓൾറെഡി അർച്ചനേനെ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാണ് മൊത്തത്തില്. വൈഷ്ണവ് ഒന്ന് വരുമോ? വാ. അപ്പോ അർച്ചനേനെ അനുകരിക്കാൻ പോവാണ് നമ്മുടെ വൈഷ്ണവ്. ഓക്കെ, അതെനിക്ക് ഒരാളും കൂടെ വേണം ആ കൂട്ടത്തിന്ന്. ഒരാള് ഹെൽപ്പർ ചെല്ലു. യശിനെന്നു ബെസ്റ്റ് ആളാ. എല്ലാ യശാണ്. ചില സന്ദർഭത്തിലാണ്. ആക്ഷൻ. അർച്ചന 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 പാട്ടൊക്കെ ആയോ? അർച്ചന പാട്ടൊക്കെ ആയോ? പറ. യശ്, അതിന്റെ മുന്നേ എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാണ്ടായിരുന്നു. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അപ്പോ അത് നമ്മുടെ എല്ലാവരോടും നല്ലപോലെ സംസാരിച്ചും സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഞാൻ എന്താ ചോദിച്ചേ? ജീവിതം വളരെ ചെറുതാണെന്ന് ആ വലിയ ആളുടെ അടുത്ത്. അർച്ചന ഇങ്ങനെ തന്നെയാണ്, കുറെ വലിയ കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ട് പറയും. യാഷ്, ഈ ജീവിതം വളരെ ചെറുതാണ്, നമുക്ക് എല്ലാവരുമായി നല്ലൊരു ബന്ധം വെക്കണം. യാഷിന്റെ ജീവിതം വെറുത്തോ അർച്ചനയായിട്ട് സംസാരിച്ചിട്ട്? നമ്മളിപ്പോ നല്ല എനർജിയോട് കൂടിയിട്ട്, നല്ല എനർജിയാ. അതായത് യഷിന് നല്ല എനർജിയാണ്. യശ് കമോൺ, എന്തെങ്കിലും നല്ല എനർജി കാണിക്കൂ. അർച്ചന കഴിച്ചോ? ഒന്ന് കേക്ക്. എവിടെ പോകുന്നേ? അതെ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ പോരെ യശ്, നമ്മള് ഇതിലും ഇംപ്രൂവ് ആവാനുണ്ട് യശ്. എന്തൊക്കെയാ പറയുന്നേ? ഫുഡ് കഴിക്കണേ. കഴിക്കാൻ സൂപ്പർ അർച്ചന. പക്ഷെ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തോട്ടോ. സൂപ്പർ. താങ്ക് യു.